മഴ പെയ്തു. പക്ഷെ എന്താ കാര്യം, വിഷ്ണു ഇപ്പോഴും ഉഷ്ണം തന്നെയാണ്. ആ മഴ വിചാരിച്ചു ഗംഭീര മഴയാവുന്ന കണക്കാക്കി ഇടവപ്പാതിയായി, എന്നിട്ടും മഴയില്ല. പണ്ടത്തെ കാലമൊക്കെ ആലോചിച്ച് കഴിഞ്ഞാലേ, ഞാൻ പഠിക്കുന്ന കാലത്തൊക്കെ മഴ കാരണം സ്കൂളിൽ പോകില്ല എന്ന് കണക്കാക്കുക. കാരണം മഴ പെയ്തുകൊണ്ടിരിക്കണേ. ഇപ്പോൾ മഴയായാലും ഒരു പ്രശ്വാസമായി, കാരണം പെയ്യണില്ല. പണ്ടും സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെയും ഒരു കരച്ചിൽ വീഴ്ചലായിരുന്നു. ഇന്നിപ്പോൾ ഈ കാലം മാറി അലക്കി തീർച്ചാൽ പോകണം. എന്താ കാരണം, മഴ പെയ്യണില്ല. വീട്ടുകാർക്കാണെങ്കിൽ ഭയങ്കര വിഷമമായിരുന്നു. മഴ പെയ്ത് നനയാവോ. അന്ന് ഈ കൊടയും പടിയൊന്നും ഇല്ലേ. എല്ലാവരുടെ കയ്യിൽ ഓലക്കൊടയോ അല്ലെങ്കിൽ വാഴയില തലയിൽ വെച്ചൊക്കെ സ്കൂളിൽ പോയിരുന്നേ. ഇന്നിപ്പോൾ നേരെ മറിച്ച് കുട്ടികൾക്ക് ചിറിയും കളിയാണ്, കാരണം മഴ പെയ്യണില്ല. അതാണ് കാലം. എന്തൊരു കാലമാണ്. മഴക്കാലത്തൊരു സന്തോഷം, ഇപ്പോഴൊരു സന്തോഷം, ഇത് രണ്ട് തരാണ്. എന്താ സുഖം. നനഞ്ഞ് കുളിച്ചൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ ആ പാടത്ത് ആകെ റോട്ടിലെ വെള്ളം തട്ടി കളിച്ച് ഒരു സന്തോഷമായിരുന്നു. ഇപ്പോൾ പിള്ളേരെ സമ്മതിക്കില്ല. കാരണം എന്താ, വെള്ളമില്ല കളിക്കാനായിട്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെയും സ്കൂളിൽ പോണ നേരത്ത് വഴിയിൽ കണ്ട വെള്ളം തട്ടിയും അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയൊക്കെ നടന്നിരുന്നത്. ഇപ്പോൾ സ്കൂളിൽ വരുന്ന കുട്ടികൾക്ക് വണ്ടിക്കല്ല വരണേ. ഇപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് നനയേണ്ട ആവശ്യമില്ലല്ലോ. പണ്ട് വണ്ടിയില്ല, ഒന്നുമില്ല. കുട ചൂടി വരണം, കൊടയില്ല. ഇപ്പോൾ കൊടയും വേണ്ട, വടിയും വേണ്ട. സ്കൂളിൽ നിന്ന് മുമ്പടുത്ത് ഇറങ്ങുക, സ്കൂളിൽ ചെല്ലുക, സ്കൂളിൽ നിന്ന് ഇറങ്ങുക, വീട്ടിലേക്ക് കയറുക. എന്ത് കാലം പോണം പോക്ക്. കാലാവസ്ഥയ്ക്ക് വന്ന മാറ്റം. പണ്ട് മഴയാണെങ്കിൽ എന്തൊരു കാണാൻ രസമായിരുന്നു. മഴ പെയ്ത് കഴിഞ്ഞിരിക്കാൻ സമയം കിട്ടില്ല. പാടത്ത് പോകണം, പറമ്പിൽ പോകണം, പച്ചക്കറി നടണം, കൊള്ളി കൊത്തണം, പയർ കൊത്തണം, കൃഷിപ്പണി തുടങ്ങണം. എന്തെല്ലാം തിരക്കുകളായിരുന്നു. ഇപ്പോൾ ഒരു തിരക്കുമില്ല. അതോ രണ്ട് മഴ പെയ്താലോ അത് വെള്ളപ്പൊക്കമായി. കാരണം വെള്ളപ്പോലുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാണ്ടായി. അന്ന് പിന്നെ മഴ പെയ്യണേന് പ്രാർത്ഥിക്കും, മഴ ഇല്ലാണ്ട് പ്രാർത്ഥിക്കും. മഴ പെയ്ത് പ്രാവി എന്തായി, മഴ ഇല്ലാണ്ടായി. ഈ പോക്ക് എവിടേക്കാണ് പോണ ദൈവമേ. പണ്ടത്തെ കാലത്ത് തിരിച്ച് കിട്ടുമോ? കിട്ടിക്കഴിഞ്ഞത് സന്തോഷമാണ്. എല്ലാവർക്കും സമാധാനം, സന്തോഷം ഉണ്ടാവും. ഇതിപ്പം മഴ പെയ്താൽ ദൂഷ്യം, പെയ്തില്ലെങ്കിൽ ദൂഷ്യം, ആകെ ദൂഷ്യം. ഗുരുവായൂരപ്പ.